ഇതെന്തൊരു കിടപ്പാ കിടക്കുന്നത്? ചേട്ടാ, എണീക്ക്, ഞാൻ ദേവി വന്നിട്ടുണ്ട് എന്ന് ഓള് പറഞ്ഞ് ആ സൗണ്ട് കേട്ട ഉടൻ ഓ എന്തൊരു സ്പീഡിലാ എണീച്ചത്. ആ ദേവി, നീ വന്നാ? നീ എന്തിനാ ഇവിടുന്ന് പോയത്? ഇന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിനാ? എന്നോട് പറ. ഇന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഓലിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും? ഞാനങ്ങ് അവരെ ശരിയാക്കി കളയില്ലേ. നീ എന്തിനാ പോയത് എന്ന് അങ്ങോട്ട് പറഞ്ഞു അച്ഛൻ. അതിന് ദേവി ഇങ്ങോട്ട് പറഞ്ഞു, ഇല്ല ഏട്ടാ, എന്നാരെന്ത് പറയാനാ, നിങ്ങളില്ലേ ഇവിടെ? നിങ്ങൾ വെച്ചിട്ടല്ലേ മറ്റാൾ. ആരെന്ത് പറയാനെന്നെ? ആരെന്തും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എൻ്റെ പഴയ കൂട്ടുകാരത്തിയാവള്. കല്യാണം കഴിച്ചാലേ ഞാൻ അവളെ കണ്ടിക്കില്ല. ഒരു ദിവസം ടൗണിൽ വെച്ച് അവളെ കണ്ടില്ലേ, അന്നേരം ഓള് പറഞ്ഞ് ഒരു ദിവസം വീട്ടിലേക്ക് വന്ന്. അങ്ങനെ ഞാൻ പോയതാ, അല്ലാണ്ട് ചൊടിച്ചു പോയതൊന്നുമല്ല. ചേട്ടനൊന്ന് സമാധാനിക്ക് എന്ന് ദേവി പറഞ്ഞ്. അത് കേട്ടേരെ അച്ഛന് ഹോ, എനിക്ക് ഇപ്പോഴാ സമാധാനമായത് എന്ന് അച്ഛൻ മറുപടി പറഞ്ഞ് അങ്ങോട്ടേക്ക്. ഇവർ രണ്ടാളും കളിക്കുന്നത് ഈ അമ്മയും കുഞ്ഞും ഇങ്ങനെ കാണുന്നുണ്ടത്. അമ്മേൻ്റെ ഉള്ളിലിങ്ങനെ കത്തിപ്പാളുന്ന്. പക്ഷേ അത് പുറത്തേക്ക് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞാൽ അടി കിട്ടൂലേ അച്ഛൻ്റെ അടുത്തുനിന്ന്. അച്ഛൻ മറ്റേ ആൾക്കാരെ പോലെ കയ്യിലടിക്കുന്ന ആളല്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു എന്തെന്നാ പറയുക, ഒരു അറക്കൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മളെ ഭാര്യയല്ലേ, ഓളൊരു പെണ്ണല്ലേ, നമ്മൾ ഒരുമിച്ച് ഓളും പണിയെടുക്കുന്നതല്ലേ, നയിക്കുന്നതല്ലേ. നമ്മൾ അങ്ങനെയൊന്നും ഓളെ വേദനിപ്പിക്കരുത്, അത് പാപം ഉണ്ടാവും എന്ന് മനുഷ്യത്തല്ലാത്ത ഒരു കളിയാണ് കളിക്കുക. അതിന് പേടിച്ചിട്ട് അമ്മ ഒന്നും പറയില്ല. പിന്നെ ഓല രാജ്യമല്ല, ഓല സ്വാതന്ത്ര്യമായിപ്പോയല്ലോ, ഓലിക്ക് പിന്നെ എന്തും കളിക്കാമല്ലോ. എന്തും കളിക്കാം, എന്തും പറയാം. അങ്ങനെ തന്നെയാണ് രണ്ടാളും എന്തും പറഞ്ഞ് തോന്നിയതൊക്കെ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. അമ്മ എന്ത് ചെയ്ത് പിന്നെ നോക്കുമ്പോൾ അച്ഛൻ അമ്മേൻ്റെ കൂടെ പണിക്ക് വരുന്നില്ല. ഇഷ്ടാവുന്നില്ലത്. ദേവിനെയാണ് ഇഷ്ടം. അപ്പോൾ പണിക്ക് പോക്കും ഒരുമിച്ച് തുടങ്ങി. താമസം ആദ്യം ഒരുമിച്ച് തുടങ്ങി, അതങ്ങ് പോട്ടെന്ന് സഹിച്ച്. പിന്നെ നോക്കുമ്പോൾ അമ്മയെ പണിക്ക് പോകുന്ന സ്ഥലത്തൊന്നും ഈ ദേവി അച്ഛനെ കൊണ്ട് അമ്മേനെ ഒഴിവാക്കിപ്പിച്ചു. പിന്നെ അമ്മ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. ഓല് രണ്ടാളും ഒരുമിച്ച്. അങ്ങനെ കുറച്ച് കാലം പോയി. പിന്നെ അമ്മ പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസയിലാണ് ഇവിടെ ചിലവ് ചെയ്യുന്നത്. വീട്ടിൽ ചിലവ് വേണ്ടേ? ഈ അച്ഛൻ പണിയെടുക്കുന്ന പൈസയോ ഈ കള്ളക്കാമുകയ്ക്കെല്ലാം കൊടുക്കണ്ടേ? പൈസ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഓളവിടെ നിൽക്കുമെന്ന് പറഞ്ഞിനാ. ഓക്ക് ഒരുപാട് നാട്ടിൽ കടമായിട്ടാണ് ഓളിവിടെ വന്നത്. ആ കട മുഴുവൻ ഈ അച്ഛൻ വീട്ടണ്ടേ? അതുകൊണ്ട് 10 പൈസ വീട്ടിലേക്ക് തരുന്നില്ല. മുഴുവനും ദേവിൻ്റെ അടുത്താണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ അമ്മ പൈസയ്ക്ക് ഒരു ദിവസം ചോദിച്ച്, ഇതെന്താ ഇത്രയും ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വെറുതെ വരുമോ? ഞാൻ മണ്ണ് വാരിയിട്ടാണോ ചോറ് വെക്കുന്നത്? അരി വാങ്ങാൻ പൈസ വേണ്ടേ? രണ്ടെണ്ണം രാവിലെ ഇറങ്ങി പോകുന്നുണ്ടല്ലോ, അപ്പോൾ തിന്നുന്ന തീറ്റയ്ക്കുള്ള പൈസ തരണ്ടേ എന്ന് അമ്മ പറഞ്ഞ്. അന്നേരം അച്ഛൻ പറഞ്ഞ്, ചിലക്കരുത് നീ എന്തിനാ ചിലക്കുന്നത്? നീ പണിക്ക് പോകുന്നില്ലേ? ആ പൈസ എല്ലാം എന്താക്കുന്ന നീ? ചിലവിൽ അരി വാങ്ങാൻ പൈസയില്ലേ? പിന്നെ നീ വെറുതെയാ പോയി പണിയെടുക്കുന്നത് എന്ന് അമ്മേനോട് പറഞ്ഞ്. അന്നേരം അമ്മ മറുപടി അങ്ങോട്ട് പറഞ്ഞ്, ഞാൻ വെറുതെ അല്ല പണിയെടുക്കുന്നത്.
അപ്പം നിങ്ങൾ രണ്ടാളും നിങ്ങൾ കാമുകയും കൂടി രണ്ടാളും പോകുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ വെറുതെ നാട്ടുകാരെ സഹായിക്കാനാണോ പോകുന്നത് എന്ന് അങ്ങോട്ട് ചോദിച്ചു. അന്നേരം അച്ഛനെ ദേഷ്യം പിടിച്ച്. അച്ഛൻ എന്ത് ചെയ്ത്, എടീ ഇത്രയും വർത്തമാനം പറഞ്ഞ വലിയ ആളായിപ്പോയാ, മിണ്ടിപ്പോറ്, ആവശ്യമില്ലാത്ത കാര്യത്തിന് കടന്നു വന്നാലുണ്ടല്ലോ ഞാൻ പറയുന്നില്ല പിന്നെ എന്ന് ആ അച്ഛൻ ഹിണ്ടി കാണിച്ച്. എന്നിട്ട് ഇതൊക്കെ കുട്ടി കേൾക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടിക്ക് ഒരു 3.25 വയസ്സ് ആവുന്നേ ഉള്ളൂ ഈ സമയത്ത്. അന്നേരം കുട്ടിക്ക് പേടിയായി. ഇത് പതിവല്ലേ അടി. അന്നേരം അടി കിട്ടും. അമ്മ വേണ്ട, അച്ഛനോട് സംസാരിക്കണ്ട, അച്ഛൻ അടിക്കും, വേണ്ട അമ്മേ എന്തും ആക്കിക്കോട്ടെ, വേണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞ് പറയുന്നത്. പിന്നെ അമ്മയ്ക്ക് സൈഡ് പറയാനും അമ്മയെ ആശ്വസിപ്പിക്കാനും മറ്റാരും ഇല്ലല്ലോ. ആകെ അമ്മയ്ക്കുള്ളത് ആ കുഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അമ്മ ഒന്നും പറഞ്ഞില്ല. അമ്മേൻ്റെ പാട്ടിൽ അമ്മ പണിക്ക് പോയി, കുട്ടി കളിക്കാനും പോയി. ഇവർ രണ്ടാളും ഇവരെ പാട്ടിൽ പോയി. ഇവരെടുത്ത് ഇങ്ങനെ കച്ചറയാക്കി പണിയെടുത്ത് നയിച്ച് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ തീരെ വയ്യാണ്ടായി. ഭയങ്കരം തലവേദന, ഒരു ഭാഗത്ത് മാത്രം വേദന എന്ന് വെച്ചാൽ മരണവേദന. ഒരു ദിവസം നോക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു, തോർത്തെടുത്തിട്ട് തലയിലിങ്ങനെ മുറുക്കെ കെട്ടി പായിലിങ്ങനെ ചുരുണ്ട് കിടക്കുന്നു. അപ്പോൾ 8 മണിയായും അമ്മ എണീറ്റിട്ടില്ല. അപ്പോൾ കുട്ടി എണീച്ചിട്ട് കുട്ടിക്ക് വിശക്കുന്നില്ലേ. അന്നേരം വിളിച്ച് അമ്മേനെ, അമ്മേ അമ്മേ എന്ന് വിളിച്ച്. അമ്മ അനങ്ങുന്നില്ല. തലയിലിങ്ങനെ ഒരു തോർത്തുകൊണ്ട് കെട്ടിയിരിക്കുകയല്ലേ. ആ കെട്ട് കണ്ടിട്ട് അമ്മയ്ക്ക് അമ്മ എന്താ എണീക്കാത്തത് എന്ന് കുട്ടി വിളിച്ച്. അന്നേരം അമ്മ പതുക്കെ പറഞ്ഞ്. കുട്ടി വിളിച്ചപ്പോൾ അമ്മ പതുക്കെ പറഞ്ഞ്, എനിക്ക് തലവേദനയാവുന്നുണ്ട് മോളെ, എനിക്കൊന്നിനും വയ്യ എന്ന് പറഞ്ഞ്, മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആ ചായപ്പീടിയിൽ പോയിട്ട് വാങ്ങിയിട്ട് അമ്മ പൈസ തരുമെന്ന് പറഞ്ഞിട്ട് വാങ്ങി കഴിച്ചോ, എനിക്കൊന്നിനും ഇന്ന് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അമ്മ കിടന്ന്. കുട്ടി ചായപ്പീടിയിൽ പോയിട്ട് 2 വെള്ളാപ്പവും ഒരു പാല് വെള്ളവും വാങ്ങിച്ച് കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന്. എന്നിട്ട് അമ്മ കഴിച്ചോ എന്ന് പറഞ്ഞ്. അമ്മയ്ക്ക് ഭയങ്കര വേദനയല്ലേ. അന്നേരം വേണ്ടെന്ന് പറഞ്ഞ്, ഞാൻ ലേശം കഴിഞ്ഞിട്ട് കഴിച്ചോളാം, മോള് കഴിച്ചോ എന്ന് പറഞ്ഞ്. അപ്പം കുട്ടി ആ വെള്ളപ്പം കഴിച്ച് ആ പാല് വെള്ളം കുടിച്ചിട്ട് അത് കളിക്കാൻ പോയി. അതിനറിയില്ലല്ലോ അമ്മേൻ്റെ വിഷമങ്ങളൊന്നും. ഇവരോ വരുന്ന കാണുന്നില്ല. അന്ന് ചോറും കറിയൊന്നും ഇല്ല. വെക്കുന്ന ആളല്ലേ ഇവിടെ തളർന്ന് കിടക്കുന്നത്, പിന്നെ ആര് ചോറും കറിയും വെക്കാനാ. എന്നിട്ട് അടുത്ത വീട്ടുകാരൻ വന്നിട്ട് പറയുന്നേ, ചേച്ചി ഇന്ന് പണിക്ക് പോയില്ലേ എന്ന് ചോദിച്ച്. അന്നേരം അതിന് കുട്ടി മറുപടി പറഞ്ഞ്, അമ്മയ്ക്ക് തലവേദനയാ, സംസാരിക്കാൻ പറ്റില്ല, പണിക്ക് പോയില്ല എന്ന് കുട്ടി പറഞ്ഞ്. അതിന് അയാൾ പറഞ്ഞ്, ചേച്ചി ഇങ്ങനെ തലവേദനയായിട്ട് ഇവിടെ കിടക്കുകയല്ലേ, ഏട്ടൻ എന്തെന്നാ ചെയ്തെന്നറിയോ എന്ന്. മറ്റേ ദേവിയും ചേട്ടനും കൂടി അശോക ടാക്കീസിൽ ബാൽക്കണിയിൽ സിനിമ കാണുന്നത് ഞാൻ കണ്ടിന് എന്ന് പറഞ്ഞ് അമ്മേനോട്. ഇത് കുട്ടിയും കേൾക്കുന്നുണ്ട് ഇയാൾ പറയുന്നത്. അപ്പോൾ അതിന് അമ്മ പറഞ്ഞ്, എൻ്റെ കൈപ്പിടിയിലല്ല മോനെ അത് ഉള്ളത്, ഓലെന്തും കളിച്ചോട്ടെ, എനക്കാവൂല ഓലെടുത്ത് അടി ഉണ്ടാക്കാനും മത്സരിക്കാനും എന്നെ കൊണ്ടാവില്ല, എന്ത് ചെയ്യാനാ, ഇതൊരു ഊരാ കുടുക്കായിപ്പോയി എന്ന് അങ്ങോട്ട് അമ്മ പറഞ്ഞ്. അയാൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. നോക്കുമ്പോൾ
ഇവർ വീട്ടിലേക്ക് എത്തിയില്ല, അച്ഛനും ദേവിയും. ഒരു 10 മണി ആയിട്ടുണ്ടാവും. അന്നേരം വലിയ ഒച്ചത്തിൽ ഹാ ഹാ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുന്നു രണ്ടാളും. ഇവിടെ കഞ്ഞിയില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അമ്മയും കുഞ്ഞും പട്ടിണിയായിട്ട് കിടക്കുന്നു. ഇത് കഴിച്ചിനോ എന്ന് ചോദിക്കാൻ ആരുമില്ല. ഇവർ സിനിമയും കണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ജോളി അടിച്ച് വരുന്നു രണ്ടാളും. അമ്മ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എത്ര അടി ഉണ്ടാക്കിയാലും കച്ചറയാണെങ്കിലും അച്ഛൻ വരുമ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.